നമ്മൾ അറിഞ്ഞും അറിയാതെയും പലതരത്തിലുള്ള പാപങ്ങളും ജഡികാസക്തികളുമൊക്കെ നമ്മളെ അടിമപ്പെടുത്തുമ്പോൾ ആ തിന്മയുടെ സ്വാധീനം മക്കളിലേക്ക് ചിലപ്പോൾ കടന്നു വരാം. കാരണം ചില മാതാപിതാക്കൾ ജഡികമായ ആസക്തികളാൽ നിറഞ്ഞുകൊണ്ട് മക്കൾക്ക് ജന്മം കൊടുക്കുമ്പോൾ ആ പാപത്തിൻ്റെ സ്വാധീനം മക്കളിലേക്ക് കടന്നു വരാം. അതുകൊണ്ടാണ് പറയുന്നത് തിരുവചനത്തിൽ, മാതാപിതാക്കൾ പരിശുദ്ധരായിരിക്കണം, വിശുദ്ധരായിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി വിശുദ്ധിയിലും പരിശുദ്ധിയിലും ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനെന്ന്. പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും പരിശുദ്ധമായിരിക്കും. മാതാപിതാക്കൾ പരിശുദ്ധരാണെങ്കിൽ അവരുടെ മക്കളും ആ പരിശുദ്ധിയും വിശുദ്ധിയും അവർക്ക് ആ ജന്മനിമിഷത്തിൽ കൂടി അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കളിൽ കൂടി അവരിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. തോബിത്ത് തൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ സാറായെ വിവാഹം കഴിച്ച് ആദ്യ രാത്രിയിൽ അവളുടെ ഭർത്താക്കന്മാരെല്ലാം മരിച്ചു പോവുകയാണ്. അവസാനം തോബിത്ത് ഇവളെ വിവാഹം കഴിക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു പിറ്റേ ദിവസം തന്നെ അവനും മരിക്കും. എന്നാൽ ഈ തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിയാസ് ചെയ്യുന്ന ഇപ്രകാരമാണ്, തൻ്റെ ആദ്യ രാത്രി തന്നെ അവളെയും തൻ്റെ ജീവിത പങ്കാളിയെയും കൂട്ടി ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ജീവിതം ആരംഭിക്കുന്നത്. അവരുടെ കുടുംബജീവിതം അവർ ആരംഭിക്കുന്നത് തന്നെ പ്രാർത്ഥനയിൽ കൂടിയാണ്. ഇത് കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന, വിവാഹ ജീവിതം നയിക്കുന്ന എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും സ്വന്തമാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന യുവതിവാക്കൾ എൻ്റെ അടുക്കൽ പ്രാർത്ഥനാ സഹായമായിട്ട് വരുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു തിരുവചന ഭാഗം വായിച്ചതിന് ശേഷമേ നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കാവുള്ളൂ എന്ന്. അതൊരു ദിവസം മാത്രമല്ല, ആദ്യ രാത്രി മാത്രമല്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ദമ്പതിമാരുണ്ട്. ഈ ഒരു വചനഭാഗം വായിച്ചുകൊണ്ട് കുടുംബജീവിതം അവസാന നിമിഷത്തിലും ആരംഭത്തിലും രാവിലെയും വൈകുന്നേരവും ഈ പ്രാർത്ഥനയോടുകൂടി കുടുംബജീവിതം നയിക്കുന്ന ദമ്പതിമാർ ഇന്നുമുണ്ട്, ഒരു ദിവസം പോലും മുടങ്ങാതെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള കുടുംബജീവിതത്തിൽ അവരുടെ മക്കളും അവരുടെ ജീവിതവും ഒക്കെ അനുഗ്രഹിക്കപ്പെടും. കാരണം ഇത് കുടുംബജീവിതക്കാർക്ക് വേണ്ടിയിട്ട് ദൈവം നൽകിയ ഒരു തിരുവചന ഭാഗമാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ് എന്ന്. ഒരു ജീവിത പങ്കാളി അവളുടെ ദൈവം തന്ന ജീവിത പങ്കാളിയോർത്ത് അവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലോ ആഗ്രഹത്താലോ അല്ല, നിഷ്കളങ്കമായ പ്രേമത്താലായിരിക്കണമെന്ന്. അപ്പം കുടുംബജീവിതത്തിൽ ഒരിക്കലും ജഡിക സുഖങ്ങൾക്കോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിനോ അല്ല ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ദാമ്പത്യ ബന്ധമില്ലെങ്കിൽ പോലും അവിടെ സ്നേഹമുണ്ടെങ്കിൽ, പരസ്പരമുള്ള വിശ്വസ്തതയുണ്ടെങ്കിൽ അതുമാത്രം മതി എത്ര വർഷക്കാലം വേണമെങ്കിലും ജീവിച്ചിരിക്കാനുള്ള ശക്തി അവർക്ക് ലഭിക്കും. നമുക്കറിയാം, വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ ദിവസം തന്നെ, അല്ലെങ്കിൽ ഒരാഴ്ച, 2 ആഴ്ച, 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ ഉള്ള അപകടത്തിൽ കൂടിയോ രോഗത്തിൽ കൂടിയോ ജീവിത പങ്കാളിയുമായിട്ടുള്ള ദാമ്പത്യ ബന്ധം സ്വീകരിക്കാൻ പറ്റാത്ത കുടുംബജീവിതം നയിക്കുന്ന അനേകം ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അവർക്ക് ആ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ശക്തി ലഭിക്കുന്നത് ഒരിക്കലും അവരുടെ ജഡിക ആവശ്യങ്ങളിൽ കൂടിയല്ല, അവരുടെ സെക്സിൽ കൂടിയല്ല. അവർക്ക് ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ആത്മീയമായ ശക്തിയാൽ, സ്നേഹത്തിൻ്റെ പൂർത്തിയിലാണ് അവർക്കത് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ചിലർ പറയാറുണ്ട്, ദാമ്പത്യ ജീവിതം ഇല്ലെങ്കിൽ കുടുംബജീവിതം ഇല്ല എന്ന്. ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ പൂർത്തിയിൽ കുടുംബജീവിതം നയിക്കാനുള്ള ഒരു അനുഗ്രഹമാണ് സെക്സ്.
നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ഒന്നാണ്. അത് സ്നേഹത്തിൻ്റെ പൂർത്തിയിൽ മാത്രമാണ് സ്വീകരിക്കേണ്ടത്. സ്നേഹമില്ലാതെ, പരസ്പരം വിശ്വാസമില്ലാതെ, പരസ്പര സ്നേഹമില്ലാതെ, വെറുപ്പിലും വിദ്വേഷത്തിലും മദ്യപിച്ചും ലഹരിക്കടിമപ്പെട്ടും ഒരിക്കലും ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ജനിക്കുന്ന മക്കള് പലതരത്തിലുള്ള ദുശ്ശീലങ്ങളിലേക്കും ജഡികാസക്തികളിലേക്കും തിന്മയുടെ ശക്തികളിലേക്കും അവർ കടന്നു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിൽ ഇന്ന് ഒരു കുടുംബമാണ് സഭയുടെ, രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ കാരണം. ഇന്ന് പിശാചിനറിയാം, കുടുംബങ്ങളെ തകർക്കുകയാണെങ്കിൽ ഈ ലോകത്തെ മുഴുവനും തകർക്കാൻ, നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ വിശ്വസ്തതയെ, സ്നേഹബന്ധത്തെ നശിപ്പിച്ചു കളയാൻ വേണ്ടി പിശാച് ഓടി നടന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കള് പരസ്പരം പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ കുടുംബത്തിലുണ്ടെങ്കിൽ എന്തൊക്കെ സഹനങ്ങളുണ്ടായാലും, ഏതെങ്കിലും തരത്തിലെ ദുശ്ശീലങ്ങൾക്കും വിശ്വാസമില്ലാത്തതിൻ്റെ കുറവുകളും പോരായ്മകളും വ്യക്തികളിലോ ജീവിത പങ്കാളിയിലോ മക്കളിലോ ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാൻ സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. നമുക്കറിയാം, വിശുദ്ധ മോനിക്ക പുണ്യവതി, തൻ്റെ പ്രിയപ്പെട്ട മകൻ അവിശ്വാസിയായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും എല്ലാ ലൈബ്രറികളിൽ കൂടി കയറിയിറങ്ങി നടന്ന വ്യക്തിയാണ്. പക്ഷെ ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ വചനമോ ബൈബിളോ എടുത്ത് വായിക്കാത്ത വ്യക്തി. അവൻ്റെ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള ഒരു യുവാവിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ തിന്മകളും, ഒരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധവും കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം തൻ്റെ അമ്മ വായിച്ചിട്ട് തുറന്നു വെച്ചിരിക്കുന്ന തിരുവചനം കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വരം കേൾക്കുകയാണ്, എടുത്തു വായിക്കുക എന്ന്. അങ്ങനെ ആ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ അവനെ സ്പർശിച്ച ദൈവത്തിൻ്റെ വചനമാണ് അവൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിലേക്ക് നയിച്ചതും വിശ്വാസത്തിലേക്ക് കടന്നു വന്നതും. ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കള്, ജീവിത പങ്കാളി ആരെങ്കിലൊക്കെ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ വിശ്വാസത്തോടുകൂടി അവർക്ക് വേണ്ടി വചനം വായിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ ചെയ്യാത്തത് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും നിമിഷത്തിൽ അവർ തിരിച്ചു വരും. ദൈവത്തിൻ്റെ ശക്തി അവരിൽ പ്രവർത്തിക്കും, വചനത്തിൻ്റെ ശക്തി അവരിൽ പ്രവർത്തിക്കും. തിരുവചനത്തിൻ്റെ ശക്തിയിൽ അവർക്ക് മാനസാന്തര അനുഭവങ്ങൾ ഉണ്ടാകും.